ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നെൻ്റെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ രാവിലെ ഉണ്ണി വഴക്കായതുകൊണ്ട് തന്നെ 6 മണിയായപ്പോഴേ എണീക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ എണീറ്റു. കാപ്പിക്ക് ഇന്നലത്തെ ബിരിയാണിയുടെ കുറച്ചുണ്ടായിരുന്നു, അത് ചൂടാക്കി വെച്ചു. ചിക്കൻ്റെ ഇച്ചിരി ഇരിപ്പുണ്ട്, അത് ചൂടാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇന്നലത്തെ വൈകിട്ട് കഴിക്കാത്തതുകൊണ്ട് തോരനും മോരുകറിയും ചിക്കൻ്റെ ഒക്കെ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് വേറെ ഒന്നും ഉണ്ടാക്കുന്നൊന്നുമില്ല. അപ്പോൾ ഞാനടുത്ത് ഇന്നലെ വൈകിട്ട് മഴയായതുകൊണ്ട് മിറ്റടിക്കാൻ പറ്റിയില്ല. എന്നാന്ന് മിറ്റടിച്ചൊക്കെ നിർത്തി വെളിയിൽ ഇറങ്ങിയതാട്ടോ. മിറ്റടിക്കും അവിടെ ചേട്ടൻ വണ്ടി കഴുക്കലും പരിപാടിയൊക്കെ ഇട്ടിരിക്കുക. ഞാനപ്പം മിറ്റടിക്കാൻ നിർത്തും. ഇന്നലെ വൈകിട്ട് മഴയായതുകൊണ്ട് തന്നെ മിറ്റടിക്കാൻ പറ്റില്ല, ഭയങ്കര ഇടിയ വൈകുന്നേരമില്ല. അപ്പം രാവിലെ വേണ്ടി പിന്നെ വൈകിട്ട് എടുക്കണ്ടല്ലോ. അപ്പോൾ മിറ്റടി കഴിഞ്ഞ് കാണാം കേട്ടോ. അപ്പം ഇത് ഇവിടെ ഒരു സൈസ് പൂവാട്ടോ, പേരൊന്നും എനിക്കറിയില്ല. മുറ്റത്ത് ഭയങ്കരമായിട്ട് വെച്ചിട്ടില്ല, കണ്ടില്ലേ? അതിന് തൂത്താൽ പോലും പോവില്ല. പക്ഷെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ മിറ്റോടെയൊക്കെ കഴിഞ്ഞു. ഇനി പല്ല് കയറണം. അപ്പം നിങ്ങളാർക്കും ഈ കുട്ടി എന്താ രാവിലെ എണീറ്റ പല്ലും തേക്കില്ല. നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മുഖം കഴുകി വേഗം തന്നെ പണിയെല്ലാം തീർക്കാൻ തീർക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ കൊച്ചെണീക്കുന്നതിന് മുന്നേ പണിയെല്ലാം തീർക്കുകയാണെങ്കിൽ പിന്നെ അവനെ നോക്കിയിരുന്നാൽ മതിയല്ലോ. അപ്പോൾ പണിയെല്ലാം അടുക്കളയിലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം തൂത്തുവാലും പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ തൂത്ത് കഴിഞ്ഞ് ചൂലൊക്കെ കഴുകുമോ? ഇവിടെയൊക്കെ തൂത്ത് കഴിഞ്ഞ് ചൂലൊക്കെ കഴുകിക്കൊണ്ടുപോകും. പിന്നെ പല്ലിയാക്കാം. അപ്പം പല്ലിയാക്കാം. ഭയങ്കര ഇപ്പം പല്ലൊക്കെ തേച്ച് ഒരു മുന്തിരിയുടെ തൈ ഇരിപ്പുണ്ടേ, എനിക്ക് വെള്ളം ഒഴിക്കാം. പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടോ. ഇനിയിപ്പം വെളിയിൽ ചേട്ടി വണ്ടി കുറച്ച് വെള്ളമായി തുടയ്ക്കാൻ പോയിട്ടുണ്ട്. ഇനി കാപ്പി കുടിക്കാം. പാത്രം ഇത് ഇവിടെ ഒരു കസിൻ കൊച്ചു വെക്കുന്നുണ്ട്. ഹലോ,
ഇനി ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായില്ലേ. ഇനിയിപ്പം ഞാൻ ഉണ്ണീനെ ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ വരാം. അപ്പോൾ കുളിപ്പിച്ചിട്ട് ഹലോ. അപ്പം നമ്മൾ ഇന്നലെ ഒരു മുന്തിരി ജ്യൂസ് അടിച്ചായിരുന്നു കുറച്ച്. അപ്പോൾ അത് ഞാൻ ഫ്രീസറിൽ ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ച് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഞങ്ങൾ കഴിക്കുക. ഭയങ്കര ചൂടില്ലേ, ഇത് കഴിക്കാൻ വെച്ചു. ഇത് കഴിച്ചിട്ട് വേണം എനിക്കൊന്ന് കുളിക്കണം. ഭാവ കുളിക്കഴിഞ്ഞാൽ പറഞ്ഞു. ഇനി ഉറങ്ങുന്നു. ഞാൻ ടി വി കണ്ടിരിക്കുക. ഇന്ന് നേരത്തെ മഴയുണ്ടെന്ന് തോന്നുന്നല്ലോ, മഴക്കാറ് വരുന്നുണ്ട്. തുണി 2-3 ആൾക്കാരുണ്ടായിരുന്നു, കുളിച്ചില്ലെന്ന് രാവിലെ, അതുകൊണ്ടാണ് അപ്പം സമയം ഇപ്പം 2 മണിയായി. ചോറിനാൻ പോകുന്നു. ചെറുപയറുണ്ട്, ഇറച്ചിരിച്ചിരിയുണ്ട്, മോരുണ്ട്. ചോറിനിട്ട് വേണമെന്ന് കുളിക്കാൻ. ചോറിട്ട് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം 3:15 മുദ്രയ്ക്കാണ് ചായ വെക്കണം. ഇങ്ങനത്തെ പരിപാടിയൊക്കെ മുറ്റടിച്ച് രാവിലെ മുറ്റടിച്ചുണ്ട്. അത് പരിപാടി ഇതല്ലേ വൈകിട്ടും. പിന്നെ ചോറിരിപ്പുണ്ട്, കറിയും ചിക്കൻ്റെ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. വേണമെങ്കിൽ വൈകിട്ടൊരു മുട്ട വയ്ക്കും. പിന്നെ ഇനിയിപ്പം വരുന്നില്ല. പിന്നെ എനിക്ക് ഞങ്ങളൊരു കേക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ല, ചായയോടെ കഴിക്കാൻ. അപ്പോൾ ഇനി ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം 3:15 മുദ്രയ്ക്കാണ് ചായ വെക്കണം. ഇങ്ങനത്തെ പരിപാടിയൊക്കെ മുറ്റടിച്ച് രാവിലെ മുറ്റടിച്ചുണ്ട്. അത് പരിപാടി ഇതല്ലേ വൈകിട്ടും. പിന്നെ ചോറിരിപ്പുണ്ട്, കറിയും ചിക്കൻ്റെ കുറച്ചൊക്കെ ഉള്ളതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല. വേണമെങ്കിൽ വൈകിട്ടൊരു മുട്ട വയ്ക്കും. പിന്നെ ഇനിയിപ്പം വരുന്നില്ല. പിന്നെ എനിക്ക് ഞങ്ങളൊരു കേക്കൊക്കെ ഉണ്ടാക്കി കഴിച്ചില്ല, ചായയോടെ കഴിക്കാൻ. അപ്പോൾ ഇനി ചായ വെക്കണം. അപ്പോൾ സമയം ഇപ്പം 6:15. ഇനിയിപ്പം വിളക്ക് കത്തിക്കണം, നാം ജപിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ. വൈകിട്ടത്തേക്ക് ചോറും കറിയെല്ലാം ഇരിപ്പുണ്ട്. ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ, 4 പേര്. അതുകൊണ്ട് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല, ഉള്ളതൊക്കെ കൂട്ടി കഴിക്കും. ഇനിയിപ്പം വൈകിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. ഉച്ചക്കത്തെ ഫുഡ് തന്നെ വൈകിട്ടും കഴിക്കുക, പാത്രം കഴുകുക, എന്നത്തെയും പോലെ തന്നെ കിടക്കുക, ഉണ്ണീനെ ഉറക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കൊച്ചു ദിവസം, വലിയ ലോങ് വീഡിയോ ഒന്നുമല്ല, ചെറിയൊരു ദിവസം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അതിന് കുറച്ച് ചെടി നനയ്ക്കാനുണ്ട് കേട്ടോ. ഇന്ന് മഴ പെയ്തില്ല.
അതുകൊണ്ട് ചെടി നനയ്ക്കണം. ഉണ്ണി എണീറ്റു ഗൈസ്, അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് നനയ്ക്കുന്നത് കേട്ടോ. കിടന്ന് കരയുമായിരുന്നു, നനച്ചിട്ടും കയറിപ്പോണ പിന്നെ വാവ എണീറ്റ് തൊട്ടിയാട്ടോ. ഞാൻ ചെടി നനച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എണീറ്റ് ചെടി നനച്ചു, പെട്ടെന്ന് നനച്ചു. എൻ്റെ അടുത്തോട് കയറ്റി നാട്ടിക്കൊണ്ടിരുന്നവൾ അവിടെ ഏതോ വെളിയിൽ ഏതോ ചെണ്ട് കളിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്ന